ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേവേട്ട, അരുതാത്തതാണ് ചോദിക്കുന്നതെന്ന് അറിയാം. എന്നാലും അമ്മ പറയുന്ന പോലെ ഇനി പ്രിയങ്കയുടെ വയറ്റിലുള്ള കുഞ്ഞ് വരുണിന്റെ വീട്ടിലുണ്ടായ സുമാരിയമ്മ ഉണ്ടാക്കുന്ന പുലിവാലുകളൊക്കെ പേടിക്കണം. പുറത്തിറങ്ങിയാലോ കൊല്ലാൻ നടക്കുന്നവരെ പേടിക്കണം. എന്റെ മോളിപ്പോ വല്ലാത്ത അവസ്ഥയിലാ. ശ്യാമേ, ഇപ്പൊ രാധികയ്ക്കും വരുണും വേണ്ടത് ശ്യാമ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള വിശ്വാസവാ. അല്ലാതെ ശ്യാമ വല്ലാതെ പേടിക്കും തോന്നിയാല് അത് രാധികമ്മളുടെ ബലം കുറയ്ക്കും. അത് വരുണിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് അവരെ വിളിച്ച് സംസാരിക്കുമ്പോ എല്ലാം കൈവിട്ടു പോയി എന്നുള്ള നിലയ്ക്ക് ശ്യാമ സംസാരിക്കരുത്. ഇല്ല അടുത്തേ, ഇത്രയും നാളും എന്റെ മോളുടെ മുമ്പിൽ ഞാൻ അഭിനയിക്കായിരുന്നല്ലോ. ഇനിയിപ്പോ ധൈര്യമായിട്ട് അഭിനയിക്കാം. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, നമുക്ക് നേരിടാം എന്നൊക്കെ പറയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പേടിക്കും എടുത്തേ. ഞാൻ നടന്ന അതേ തീ വഴിയിൽ അവൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് പൊള്ളിയതുപോലെ എന്റെ മോക്കും. ഏയ് ശ്യാമ, എന്താ ഇത്? എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവില്ലേ? ഉണ്ടായില്ലേ പറ്റൂ. കുറച്ച് വെള്ളം എടുക്ക. അന്തസ്സുള്ളവരാ കണിമംഗലത്തുകാര്. അതുകൊണ്ട് മുഖത്തടിച്ച് ഇറക്കി വിട്ടില്ല. അമ്മ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? ആരുടെ അഭിമാനത്തെക്കുറിച്ചും അമ്മയ്ക്ക് ഒരു വിലയില്ലല്ലോ. ഏറ്റവും കുഞ്ഞുനാളിലെ പഠിച്ച കാര്യ അമ്മ ദൈവമാണ്. അമ്മയുടെ നേർക്ക് പറയുന്ന ഓരോ ചീത്തവാക്കും 1000 ശരങ്ങളായി സ്വന്തം നെഞ്ചിലേക്ക് തന്നെ വരുമെന്ന്. പൂജിക്കാനേ പാടുള്ളൂ, പൂജിക്കാൻ പാടില്ല എന്ന്. പഠിച്ചതൊക്കെ വെറുതെ. ഇത്രയും നിസ്സഹായമായ ഒരവസ്ഥയിൽ എൻ്റെ ആയുസ്സിൽ ഒരിടത്തും ഞാൻ നിന്നിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്, അതിനേക്കാൾ കൂടുതൽ ചോദിക്കാത്തവരാ. പക്ഷെ അവരുടെ മുഖത്തുനിന്ന് അറിയാൻ യശോദേ, ചോദ്യങ്ങളുണ്ട് ദേവനാരായണ തിരുമേനിയോട്. 1000 ചോദ്യങ്ങൾ. നമ്മുടെ അവസ്ഥ അവർക്ക് മനസ്സിലായല്ലോ. എന്തവസ്ഥ! രാധിക മോളെ അങ്ങോട്ട് പറഞ്ഞയച്ച നിമിഷം മുതൽ പേടി മാത്രമായിരുന്നു. വരുണും അവളും തമ്മിൽ നല്ലൊരു ജീവിതം ആരംഭിച്ചപ്പോ കാലങ്ങൾക്കിപ്പുറം ഒരു സന്തോഷ വെളിച്ചം മനസ്സിലേക്ക് വന്നു. കെടാനുള്ളതാണെന്നറിയാതെ വെറുതെ ചിരിച്ച് ആ വെളിച്ചത്തിൽ നിന്നു. ഇപ്പൊ അത് കെട്ടു, അത്ര തന്നെ. ദേവേട്ട, അരുതാത്തതാണ് ചോദിക്കുന്നതെന്ന് അറിയാം. എന്നാലും അമ്മ പറയുന്ന പോലെ ഇനി പ്രിയങ്കയുടെ വയറ്റിലുള്ള കുഞ്ഞ് വരുണിന്റെ. വരുൺ നമ്മളോട് നുണ പറയില്ല. അവർ തമ്മിൽ സന്തോഷമുള്ള ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അത് അവിടെ ഉള്ളവർക്കും അറിയാം, നമുക്കും അറിയാം. കല്ലെറിയുന്നവര് കല്ലെറിഞ്ഞോട്ടെ, കൂട്ടത്തില് ഞാനോ താനോ വേണ്ട. 2 മക്കളാ.
രണ്ടുപേരുടെയും ജീവിതം അപകടത്തില. ദേവനാരായണൻ തിരുമേനിയുടെ ജീവിതത്തിൽ മൊത്തം നേട്ടങ്ങളല്ലേ. ഇത്രയും കാലം എല്ലാവരും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് 2 മക്കളെ തന്നില്ലെന്നാ ചോദിച്ച്. പക്ഷെ തലേ കൈവച്ച് നശിക്കട്ടെ എന്ന് പറഞ്ഞാ തന്നെന്ന് ആർക്കും അറിയില്ലല്ലോ. ചാകാൻ പോലും വയ്യല്ലോ യശോദേ. മതി, പറഞ്ഞുകൊണ്ടിരുന്ന തീരില്ല. കുറച്ചേരം ഒന്ന് കിടക്കൂ, ഞാൻ ചായ എടുക്കാം. വരുൺ, വരുൺ, എന്നോടും ദേഷ്യാണോ? എനിക്ക് ഇക്കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഭാഗത്ത് അച്ഛനും അമ്മയൊക്കെ ഹൃദയം തകർന്നു നിൽക്കുക, മറുഭാഗത്ത് കണിമംഗലത്തുള്ളവരുടെ വേദന. ഇപ്പൊ ഇവിടെ മനസ്സറിഞ്ഞിരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, മുത്തശ്ശി. ഒക്കെ ഞാൻ കാരണമാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവൂല്ലേ? എടോ, താൻ തെറ്റിയതെന്ന് ആരോടോ പറയുക? കുഞ്ഞുനാളിലെ മുതൽ അച്ഛനും അമ്മയും മുത്തശ്ശിയും ആവർത്തിച്ച് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കിടയിൽ, നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാവരുതെന്ന്. പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കണമെന്നും പറയും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ നാട്ടിലുള്ള എല്ലാ വീടുകളിലും ഞാനല്ലേ ഇപ്പൊ ചർച്ച. അവരുടെയൊക്കെ കണക്കിന് നോക്കുമ്പോ വരൻ എത്ര ക്രൂരനാ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവള് മിസ്സായ തക്കം നോക്കി അവളുടെ ചേച്ചി വിവാഹം കഴിച്ചു. കണിമംഗലത്തെ പരമേശ്വരന്റെ മകൻ ആളുകളുടെ ഇടയിൽ ഇപ്പൊ ഒരു വില്ലനായി. പറയുന്നവര് പറയട്ടെ, അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞു നടക്കാൻ പറ്റുമോ? നമ്മുടെ നാശം കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളുകള് നമ്മൾ പറഞ്ഞാൽ തന്നെ വിശ്വസിക്കുമോ?